ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സുണ്ടാകൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആരോഗ്യമുള്ള ഒരു സമൂഹത്തിനോട് സംസാരിക്കാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റൂ. അപ്പൊ നമ്മുടെ ലക്ഷ്യം അതാണ്, ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക. അതുപോലെ തന്നെ ദിനം പ്രതി തഴച്ചു വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു മെഡിക്കൽ ഫീൽഡ് എന്ന് പറഞ്ഞ് വളർന്നുകൊണ്ടിരിക്കുന്ന അവയവ മാഫിയകളെയും കള്ളക്കടത്ത്, അതെ, ഒരു മനുഷ്യനെ കൊന്നു വിൽക്കാൻ പേടിയില്ലാത്തൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് നമ്മൾ ആദ്യം ആലോചിക്കണം കേട്ടോ. ഒരു നിസാര അസുഖത്തിനോ നിസാര പ്രശ്നത്തിനോ ഹോസ്പിറ്റലിലൊക്കെ പോയാല് അവരെ കൊന്ന് ആരെങ്കിലും ഇല്ല എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് ആ വ്യക്തിന്റെ പ്രധാനപ്പെട്ട സാധനങ്ങളൊക്കെ എടുത്ത് അപ്പൊ തന്നെ വിൽക്കാനായിട്ട് റെഡിയായി നിൽക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ ഓർമ്മ വേണം. അപ്പൊ എന്തുകൊണ്ട് നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ ഈ ബയോട്ടോറിയം പ്രോഡക്റ്റ് എത്രത്തോളം നമുക്ക് ഉപയോഗപ്പെടും എന്നുള്ളത് നമ്മുടെ ചുറ്റുമുള്ള ഓരോരുത്തരെയും നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക കേട്ടോ. അപ്പൊ അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേന് രോഗികൾ കുറയും. രോഗികൾ കുറയുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകൾക്ക്, അതായത് ഇങ്ങനെയൊക്കെയുള്ള അവയവക്കടത്തും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അതുപോലെ തന്നെ ലൈഫിലുണ്ടാകുന്ന എക്സ്പീരിയൻസിനെ ജീവിതത്തിൽ എന്താ പറയുന്നത് അനുഭവങ്ങളാക്കി മാത്രമല്ല, അയ്യോ ഇത്രയും അനുഭവമുള്ള ആളാണ് എന്നുള്ളതല്ല, അല്ലെ ഷീ ഈസ് എ എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ എന്നുള്ളത് മറ്റുള്ളവരെ കൊണ്ട് സംസാരിപ്പിക്കാനുള്ള തലത്തിലേക്ക് വളരുക. അപ്പം